ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ നല്ല നോയ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ നോയ്സ് എല്ലാം ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ വോയിസ് തരാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഗാഡ്ജറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊരു മൈക്കാണ്. അപ്പൊ ഇനി മൈക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി മൈക്ക് ഉപയോഗിച്ചതിന് ശേഷമുള്ള ശബ്ദം നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പൊ ഗൈസ്, ഇതിന്റെ ഒരു അൺബോക്സിങ് ഞാൻ ഇന്നലെ തന്നെ ചെയ്തിരുന്നു. കാരണം ഇത് എങ്ങനെയാണ് ഐറ്റം എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ മൈക്ക് വരുന്നത്. അപ്പോൾ മൈക്ക് K8 വയർലെസ് മൈക്രോഫോൺ എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്താ പറയുക, ഒരു 1000 രൂപയുടെ ഷോട്ടിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മൈക്കാണ്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. ഇത് ഒരു റിസീവർ, അതുപോലെ ഇത് ട്രാൻസ്മിറ്റർ, പിന്നെ ഒരു ചാർജ് കേബിൾ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചതിന് ശേഷമുള്ള വോയിസിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള മൈക്കിലാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഓഡിയോ ക്വാളിറ്റി നേരത്തെ സംസാരിച്ചതിനേക്കാളും എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ റിസീവർ വരുന്നത്. ഒരു റിസീവർ, ഒരു ട്രാൻസ്മിറ്റർ ആണ് ഈ ഒരു മൈക്കിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് തുടങ്ങാനോ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാനോ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വാങ്ങാൻ സാധിക്കുന്ന ഒരു പ്രൈസിലാണ് ഇത് വിപണിയിലുള്ളത്. അപ്പൊ എല്ലാവരും ഈ മൈക്ക് വ്ളോഗിങ്ങിനോ റിവ്യൂ പറയാനോ എന്തിനു വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മൈക്കാണ്. അപ്പോൾ ഇത് മൈക്കിന്റെ പ്രൊമോഷൻ ഒന്നും അല്ല. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ മൈക്കയുടെ വോയിസ് ക്വാളിറ്റി ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ലവ് യു ആൻഡ് ബൈ.